എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം തിരുനെല്ലി അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് കർണാടകത്തിലെ കൊടക് ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന ഇരുപ്പ് വാട്ടർഫാൾസിലേക്കാണ്. ഇത് തിരുനെല്ലിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഈ കാട്ടുകൂടെ തന്നെയാണ്. അതായത് നമ്മൾ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലൂടെ ആണ് ഇതിൽ കൂടുതലും ട്രാവൽ ചെയ്യാനുള്ളത്. കർണാടക ബോർഡർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ നിന്ന് പിന്നെ ഒരു 6-7 കിലോമീറ്റർ ഉണ്ട് ഈ ഇരുപ്പ് ഫാൾസിലേക്ക്. അങ്ങനെയാണ് നമ്മുടെ യാത്ര കിടക്കുന്നത്. നമ്മുടെ യാത്രയുടെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇവിടെ ഒരു ഉണ്ണിയപ്പക്കട ഉണ്ട് പോകുന്ന വഴിയിൽ. അത് അവിടെ മെയിനായിട്ട് കിട്ടുക രാവിലെ നല്ല ഇഡ്ഡലിയും ചായയും കിട്ടും. പിന്നെ ഇഡ്ഡലിയും ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ, ഒരു ഇഡ്ഡലി, സാമ്പാർ, പിന്നെ ചമ്മന്തി, കട്ടൻ ചായ, അത്രയേ ഉള്ളൂ. ആകെ 2 ഐറ്റം മാത്രം കിട്ടുന്ന ഒരു ചെറിയ എന്നാലും ഭയങ്കര ഫേമസ്. അവിടുത്തെ ഉണ്ണിയപ്പം ഭയങ്കര ഫേമസ് ആണ്. അതുകൊണ്ട് ഉണ്ണിയപ്പക്കട എന്നാണ് ആ ഒരു ഷോപ്പിനെ പറയുന്നത്. അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പിന്നെ നമ്മുടെ ട്രാവലിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അതാണ് നമ്മുടെ അടുത്ത പ്ലാന്. ഇത് നമ്മൾ ഫുള്ള് പോകുന്നത് കാട്ടുകൂടിയാണ് കേട്ടോ ഈ വഴി. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അവിടേക്ക് ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 8-9 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 9-10 കിലോമീറ്റർ ഉണ്ട്. അപ്പം ആ 10 കിലോമീറ്റർ നമ്മൾ ഫുള്ള് കാട്ടുകൂടെ. അതായത് ആളും മനുഷ്യനും സംഭവങ്ങളൊന്നുമില്ല. നമുക്കിങ്ങനെ ഈ കാടിൻ്റെ ഭംഗി ഇങ്ങനെ വളരെ അടിപൊളിയായിട്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോവാം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആനേനെയും അങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ കാണാം. പക്ഷേ ഇപ്പം ഞാനൊന്നും കണ്ടിട്ടില്ല. നല്ല അടിപൊളി റോഡാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. 2 സൈഡും നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ള റോഡാണ്. നല്ല സൂപ്പർ റോഡാണ് ഈ റോഡ്. നമ്മളിങ്ങനെ നേരെ പോയിട്ട് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അവിടേക്കാണ്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകേണ്ടത്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ സ്ഥലത്ത് എത്തി. നമ്മളങ്ങനെ പോയിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഓല മേഞ്ഞ കടയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നമുക്ക് അവിടേക്ക് വണ്ടിയൊക്കെ വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി വയ്ക്കാനുള്ള സ്ഥലം കാണുന്നുണ്ട്. അവിടെ വണ്ടി വെച്ചിട്ട് നടന്ന് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതാണിപ്പം പരിപാടി. നമുക്കങ്ങനെ പോയി നോക്കാം റെസ്റ്റോറൻറ്റിലേക്ക്. റോഡ് കടന്നിട്ട് അപ്പുറത്ത് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടോ, നല്ല തിരക്കുണ്ടാവുക. മെയിനായിട്ട് ഈ ഒരു ഐറ്റം തന്നെയുള്ളൂ. ഒരു ഇഡ്ഡലി ഉണ്ടാവും, ഒരു കട്ടൻ ചായ, പിന്നെ വേണമെങ്കിൽ ഉണ്ണിയപ്പം. ഇതാണ് ഇഡ്ഡലി സാമ്പാർ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനതാ ഒരു സൈഡിൽ ചമ്മന്തി. ആ ചമ്മന്തി കൂടെ കൂട്ടി കുഴച്ചിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിട്ടോ. ഇനിയിപ്പം ഇവിടെ നിന്ന് അങ്ങനെ പോവാം. നല്ല ഫുഡായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. കണ്ടോ, ഒരുപാട് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. അങ്ങനെ നമ്മുടെ ട്രാവലിങ് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പം നമ്മൾ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത്. തോൽപ്പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാനന്തവാടി ഭാഗത്തുള്ള കാടാണ് തോൽപ്പെട്ടി. നമുക്ക് വയനാട്ടിൽ ഇപ്പം 2 കാടുകളാണല്ലോ, ഒന്ന് തോൽപ്പെട്ടി, ഒന്ന് മുത്തങ്ങ വരുന്നത് നമ്മുടെ ബത്തേരി മറ്റേ ബന്ദിപ്പൂര് ആ ഭാഗത്തായിട്ട് വരുന്നത്. അതായത് ഗുണ്ടൽപേട്ട് ഭാഗത്ത് കർണാടകേൻ്റെ വരുന്ന സമയത്ത് ബന്ദിപ്പൂര് വരും, കേരളത്തിൻ്റെ വരുന്ന സമയത്ത് മുത്തങ്ങ വരും. അതേപോലെ തന്നെ ഇവിടെ ഇതിപ്പം തോൽപ്പെട്ടിയാണ് മാനന്തവാടി ഭാഗത്ത് വരുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി വരുന്നത്. അതിപ്പം കർണാടകൻ്റെ ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പേര് മാറും, നാഗർഹോള ടൈഗർ റിസർവ് എന്നാവും. അപ്പം രണ്ടും സെയിം തന്നെ, ഒരേ കാട് തന്നെയാണ്. രണ്ട് സംസ്ഥാനത്ത് അത് നിൽക്കുന്നതുകൊണ്ട് 2 പേരിൽ അറിയപ്പെടുന്നതേ ഉള്ളൂ. ഇവിടെ 2 സ്ഥലങ്ങളിലും നമുക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ
ഇത് സഫാരിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വണ്ടി എടുത്തിട്ട് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാം. പറ്റുകയാണെങ്കിലും അല്ല എനിമൽസിനൊക്കെ കാണാം. ഇനിയിപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്കിപ്പം രസമാണ് അതല്ല. പക്ഷേ ഇത് ഒരു ഉറപ്പുള്ള കാര്യമൊന്നുമല്ല ഈ അനിമൽസിനെ കാണാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ നമ്മളിവിടെ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കയറിയത് കുട്ട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്നത് ഇരുപ്പ് ഫാൾസിലേക്കാണ്. ഇവിടുന്ന് അങ്ങോട്ടൊരു 5-6 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഇവിടെ ഫുള്ള് മെയിനായിട്ട് കാടൊന്നുമില്ല, പക്ഷേ കൃഷികളാണ്, കാപ്പിത്തോട്ടങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളും പരിപാടികളൊക്കെയാണ് മെയിനായിട്ട്. 2 സൈഡും വില്ലേജാണ്. ഈ വില്ലേജിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോവാം, ബൈക്ക് ഓടിച്ച് പോവാം. അത്ര ഭയങ്കര റോഡോ ഇല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര സെറ്റപ്പായിട്ടുള്ള ഒരു സ്ഥലങ്ങളൊന്നുമല്ല. 2 സ്ഥലത്തും കൃഷിയുണ്ട്. നമ്മുടെ പക്ക ഒരു നാട്ടിൻപുറത്ത് കൂടെ പോകുന്നൊരു ഫീൽ. അടുത്തടുത്ത് കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 സൈഡും കാപ്പി കൃഷി. അതാണ് അങ്ങനെ പോകുന്നത്. നമ്മൾ ശരിക്കും ഇങ്ങനത്തെ ഒരു യാത്രയിൽ ശരിക്കും നമുക്ക് മെയിനായിട്ട് ഉള്ളത് ഈ ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. അതായത് ഈ ഗ്രാമങ്ങളിലൂടെയും ഉള്ള ആൾക്കാരെയും കുറേ അങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ശരിക്കും ഭംഗിയുള്ള കാഴ്ചകൾ മാത്രം കാണുന്നില്ലല്ലോ. എല്ലാം നമ്മളൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാം നല്ലതും ചീത്തയും ഒക്കെ അവിടുത്തത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ട്രാവലിംഗ് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നൊരു കാര്യം. അടിപൊളി സ്ഥലം. അമ്പലാണോ ഇനി വെള്ളച്ചാട്ടത്തിൻ്റെ പാർക്കിംഗ് ആണോ എന്താ അറിയില്ല. ഇത് തന്നെയാണ് തോന്നുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ പാർക്കിംഗ്. യെസ്, അവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ ഇവിടെ പാർക്കിംഗ് ഉണ്ട്. വണ്ടി എവിടെ വയ്ക്കും? ബൈക്കിൻ്റെ പാർക്കിംഗ് എവിടെയാണ്? അങ്ങനെ വണ്ടി ഒതുക്കി വെച്ചിട്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് 85 രൂപയായി. എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായില്ല, ഒന്നും വായിച്ചു നോക്കിയില്ല. അപ്പോൾ 85 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് നടക്കണം. അവർ പറഞ്ഞത് 1 കിലോമീറ്റർ നടക്കാനുണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ ഒരു 300ഓളം സ്റ്റെപ്പും കയറാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ടങ്ങനെ നമ്മളിപ്പോൾ നടന്നു പോകുന്നത് കാട്ടിൽക്കൂടിയാണ്. പക്ഷേ കാട്ടിൽക്കൂടെ നടന്നു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ പ്രത്യേകിച്ച് മൃഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനത്തെ വലിയ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആളുണ്ടാവും, അതായത് നമ്മുടെ മുന്നിലും ബാക്കിലൊക്കെ ഈ വാട്ടർഫോൾസ് കാണാൻ പോകുന്ന ആൾക്കാർ ഉണ്ടാവും. അങ്ങനെ ഇതിങ്ങനെ കാട്ടിൽക്കൂടെ ഇങ്ങനെ കുറേ ദൂരം നടക്കണം. കുറേ ദൂരം എന്നല്ല, ഒരു കിലോമീറ്റർ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നടന്നു വന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അതായത് ഒരു ഇരുമ്പിൻ്റെ ബ്രിഡ്ജ്. ഇവിടെ ചെറിയൊരു അരുവിയും അതിനുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം വെള്ളമൊന്നുമില്ല. മഴക്കാലത്തൊക്കെ വെള്ളം ഉണ്ടാവുമോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ മുന്നോട്ട് നടന്നിട്ട് ആ പാലം കടന്നു പോകണം. ആ പാലം കടന്നു പോയിട്ടാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, ആ സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് പാലം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഭംഗിയൊക്കെ ഉള്ള നല്ല സൂപ്പർ സ്ഥലം. ഈ പാലം ജസ്റ്റ് നമ്മളിങ്ങനെ നടന്നിട്ട് അങ്ങോട്ട് കിടക്കും, അത്ര തന്നെ. ഇതൊക്കെ നമ്മുടെ ഈ വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. ഈ ഇതിലത്തെ വെള്ളം കണ്ട് മനസ്സിലാക്കും നമുക്ക് അവിടെ നിന്ന് വലിയ ഒരു ചാട്ടമൊന്നുമില്ല, ചെറിയ തോതിൽ വെള്ളമേ വരുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് ഇതിലൊക്കെ കാണുന്ന വെള്ളം കണ്ടിട്ട് മനസ്സിലാക്കാം. നമ്മൾ അങ്ങനെ ഒരു വലിയൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടൊന്നും അങ്ങോട്ട് പോകണ്ട, സങ്കടമായിരിക്കും വിധി. അതുകൊണ്ട് വലിയ എക്സ്പെക്റ്റേഷനൊന്നുമില്ല, അങ്ങനെ പോവാം, അത്ര തന്നെ. കാട്ടിനകത്ത് നല്ല കിളികളെ കരച്ചിലും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അത് മുന്നിൽ കാണുന്നതാണ് സ്റ്റെപ്പ്. അപ്പം അങ്ങനെ ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി നമുക്ക് മുകളിലേക്ക് വേണം. ഇപ്പം തന്നെ കിടക്കുന്നുണ്ട്. ഇനി ആ സ്റ്റെപ്പും കൂടെ കയറാൻ നിന്ന് കഴിഞ്ഞാൽ നന്നായി കിടക്കും. അങ്ങനെ ആ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി വന്നിട്ട് നമ്മൾ കുറച്ച് മുകളിലെത്തി കഴിഞ്ഞാൽ ഒരു ബോർഡ് കാണാം, ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞിട്ട്. ഇത് കർണാടകത്തിലെ ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറീൻ്റെ അകത്ത് കിടക്കുന്നൊരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ വൈൽഡ് ലൈഫ് മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിനുമാത്രം മൃഗങ്ങളൊന്നുമില്ല. നമ്മൾ മൃഗങ്ങളെന്ന് പോയിട്ട് മാനോ ഒരു സാധനം നമ്മളിവിടെ കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ കയറി വന്നിട്ട് ഓൾമോസ്റ്റ് വാട്ടർഫാൾസിൻ്റെ താഴെ എത്തി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ നമുക്ക് കാണാം. അതാണ് നമ്മൾ വാട്ടർഫാൾസ്. അതായത് വളരെ കുറച്ച് വെള്ളം മെല്ലെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. കുറച്ച് അവിടെ താഴത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വ്യൂ ഇവിടുന്ന് കിട്ടും. വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് സംഭവം. ശരിക്കും നല്ല മഴക്കാലത്ത് ഞാൻ മുമ്പ് പോയ ഫോട്ടോസ് വീഡിയോസൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഞാനിതിൽ പിൻ ചെയ്യാം, അല്ലെങ്കിൽ മുകളിലൊട്ടിച്ച് വയ്ക്കാം. ഈ വീഡിയോൻ്റെ മുകളിൽ തന്നെ ഫോട്ടോസ് എടുത്തിട്ട്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ചും കൂടെ മുകളിലേക്ക് കയറി വന്നിട്ട് വീണ്ടും കാണുന്നൊരു വ്യൂ ആണിത്. വെള്ളം അവിടെ മുകളിലൊക്കെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കുറേ ആൾക്കാർ താഴെ നിന്ന് വരുന്നുണ്ട്. നമുക്കങ്ങനെ മുകളിലൊക്കെ ഒന്ന് കയറി വെക്കാം. അങ്ങനെ നമ്മൾ നടന്ന് ഇതിൻ്റെ മുകളിലെത്തിട്ടോ. ഇതാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം. അത്യാവശ്യം നല്ല വെള്ളം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു പാലം ഒക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാമിലി കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടൊന്നും വീഡിയോ എടുക്കുന്നില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ വ്യൂ വരുന്നത്. അതായത് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം വെക്കും. മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ, മഴക്കാലത്ത് തുറക്കുമെന്നറിയില്ല, പക്ഷേ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ടാവും. പിന്നെ കുറച്ച് പച്ചപ്പുണ്ടാവും. സൈഡിലൊക്കെ ഈ പുല്ലൊക്കെ ഉണങ്ങി കിടക്കുന്നില്ലേ, അതൊക്കെ മാറിയിട്ട് നല്ല പച്ചപ്പുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതായത് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. The wind hums songs at the break of day, whispering pines, secrets untold. അപ്പം ഇത്രയേ ഉള്ളൂ ഇരിപ്പ് ഫാൾസിൻ്റെ വീഡിയോ. നമ്മൾ കോഴിക്കോട് നിന്നൊക്കെ ഒരു വൺ ഡേ വന്നിട്ട് പോകാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. മഴക്കാലത്ത് ഇല്ലെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി നല്ല പച്ചപ്പൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പം എല്ലാവരും വരിക. വേനലിലൊക്കെ ഒന്ന് കുളിക്കാം ഇവിടെ, അപ്പം എൻജോയ് ചെയ്യാം. അങ്ങനെ വന്ന് എൻജോയ് ചെയ്യാം എല്ലാവരും. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇരിപ്പ് ഫാൾസിൻ്റെ വീഡിയോ നമ്മളിങ്ങനെ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോവാണ്. അവിടെ നല്ല കുത്തനുള്ള സ്റ്റെപ്പാണ്. അത് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ട് വേണം തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പം പോട്ടെ, ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.